ഞങ്ങൾ NSK എഡ്യൂക്കേഷൻ കുറച്ച് ചാർട്ടേഡ് അക്കൗണ്ടൻസ് കൂടിയിട്ട് തുടങ്ങിയൊരു സംരംഭമാണ്. അത് മെയിനായിട്ട് ഇൻഡസ്ട്രി ഇൻ്റഗ്രേഷൻ പ്രോഗ്രാംസാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള സ്കിൽസ്, ഫിനാൻസ്, അക്കൗണ്ടിങ് മേഖലയിലുള്ള സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മളുടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മൾ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്നത് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറയുന്ന കോഴ്സാണ്. അതിൽ നമ്മളുടെ സബ്ജക്ട്സ് വരുന്നത്, അതായത് മോഡേൺ ടൂൾസ്, ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മളുടെ ഫിനാൻഷ്യൽ ഡാറ്റ അനലൈസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതുപോലെ ബജറ്റിങ്, പ്രൊജക്ഷൻസ്, ഇങ്ങനെ ഉള്ള ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് അവരുടെ റോളിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറയുന്ന കോഴ്സ്. ഇപ്പം നമ്മളുടെ ഫിനാൻഷ്യൽ അനലിസ്റ്റ് കോഴ്സിൽ പവർ BI, പവർ ക്വറി, പവർ പിവോട്ട്, ഇത്തരം ടൂൾസ് കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലെ അഡ്വാൻസ്ഡ് എക്സലും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഫിനാൻസ് മേഖലയിലുള്ള എല്ലാ ടാസ്കും അവർക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കുറച്ചും കൂടി എഫിഷ്യൻ്റായിട്ടും ഇഫക്റ്റീവായിട്ടും ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളുടെ സ്ഥാപനത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു റോൾ ബേസ്ഡ് ലേണിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ലേണിംഗ് മെത്തേഡിലൂടെയാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെയും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെയും റെക്കഗ്നീഷൻ കിട്ടിയിട്ടുള്ളതാണ്. നമ്മളുടെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സസാണ് കൊടുക്കുന്നതെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് അവരെ ഒരു ജോലിക്ക് പ്രാപ്തരാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെ കോഴ്സസ് ഹാൻഡിൽ ചെയ്യുന്നത്. കോഴ്സസ് മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസും ഇൻഡസ്ട്രി എക്സ്പേർട്സും ഒക്കെ ഉള്ള ഒരു വലിയ നിര തന്നെ നമുക്കുണ്ട്. അവരാണ് ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രാക്ടിക്കലായിട്ട് ഒരു സ്ഥാപനത്തിൽ ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ചെയ്യുന്ന ജോലികൾ അവരുടെ ക്ലാസ് റൂം എൻവയോൺമെൻറ്റിൽ ഇരുന്ന് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള ഒരു കുറവ് അവിടെ നികത്തപ്പെടുന്നുണ്ട്. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടും നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ കോഴ്സസ് കഴിഞ്ഞ കുട്ടികളെല്ലാവരും 100% പ്ലേസ്ഡ് ആണ്. അപ്പോൾ നമുക്കറിയാം ഇൻഡസ്ട്രിയിൽ, ഇപ്പോൾ ഞങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം ഇൻഡസ്ട്രിക്ക് എന്താണ് ഡിമാൻഡ് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ കുട്ടികളെ മോൾഡ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതായത് അവർക്ക് ജോലിക്ക് ആ റോളിന് പ്രാപ്തരാകുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ സിലബസസ് ആയാലും സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സസും ആ രീതിയിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ആൾക്ക് പോലും ഈ കോഴ്സിന് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് എക്കണോമിക്സോ അല്ലെങ്കിൽ മാത്സോ ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് പോലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ബേസിക്സ് മുതൽ എടുക്കുന്നുണ്ട്. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ഡെബിറ്റ് ക്രെഡിറ്റ് മുതൽ. അതായത് നിങ്ങൾ +2, ഇപ്പോൾ ഒരു കുട്ടി +2-ന് +1-ന് ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഫ്രഷർ ആയിരിക്കുന്നത് കൊമേഴ്സിൽ, അതുപോലെയാണ് നമ്മൾ ഓരോ കുട്ടിയെയും ട്രീറ്റ് ചെയ്യുന്നത്. ആ രീതിയിൽ നമ്മൾ ബേസിക് മുതൽ എടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ വേറെ സ്ട്രീമാണ് എന്നുള്ളത് കൊണ്ട് ഈ കോഴ്സ് ഓപ്റ്റ് ഇരിക്കേണ്ട കാര്യമില്ല.